നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിലെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ വന്നത് മരുതമലൈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. ബസ്സുകൾ ഇവിടെ നിന്നാണ് അവിടേക്ക് പുറപ്പെടുന്നത്. 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എത്തിച്ചേരാം. ഈ അടുത്ത ഭാഗത്ത് കാണുന്നതാണ് മരുതമലൈ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അടുത്തുള്ള ബസ് സ്റ്റേഷനാണ്. ഇവിടെ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് മുൻപോട്ട് നടന്നു പോയിട്ട് വേണം നമ്മൾ മല കയറി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ. വളരെ തിരക്കായിരുന്നു ഞാൻ പോകുന്ന സമയത്ത്. ഈ അടിവാരത്ത് നിന്നാണ് ബസ്സുകൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഷട്ടിൽ സർവീസാണ്, ഇടവിട്ടുകൊണ്ട് യാത്രക്കാർ നിറയുന്നതിനനുസരിച്ചാണ് ബസ്സുകൾ പോകുന്നത്. പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലായി നിറയെ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. അത് ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയുള്ള പൂജാദ്രവ്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളും മറ്റെല്ലാ സാധനങ്ങളും വിൽക്കുന്ന ചെറിയ ഷോപ്പുകളാണ്. ദൂരെ നിന്ന് നമുക്ക് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം നമുക്ക് കാണാൻ സാധിക്കും. കോയമ്പത്തൂരിലെ മരുതമലൈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നേരെ വീഡിയോയിലേക്ക്. ഇവിടെ നിന്നാണ് പടികൾ ആരംഭിക്കുന്നത്. ഓരോ പടിയും തൊട്ടുതാണ് ഭക്തർ മുകളിലേക്ക് കയറി പോകുന്നത്. ഇടയ്ക്ക് വിശ്രമിക്കാനുള്ള ചില സ്ഥലങ്ങളും കാണാം.
തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നും 15 കിലോമീറ്റർ അകലെ പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നൊരു പുരാതന ക്ഷേത്രമാണ് മരുതുമലൈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പുരാതന ഐതിഹ്യമനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം 12-ാം നൂറ്റാണ്ടിലെ കൂൺ പാണ്ഡ്യൻ എന്ന ചോളരാജാവിൻ്റെ കാലത്തായിരുന്നു. ക്ഷേത്രം ഇന്ന് നിലനിൽക്കുന്ന കുന്ന് ഒരു കാലത്ത് മരുതം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് ഈ പ്രദേശം നിബിഡ വനമായിരുന്നു. ഒരിക്കൽ മുരുകൻ സന്യാസിയുടെ വേഷത്തിൽ വന്ന് കൊങ്ങാണവർ എന്ന നാട്ടുപ്രമാണിയുടെ മുൻപിൽ പ്രതിഷ്ഠപ്പെട്ട് മലയുടെ അധിപനായ ദേവനായി സ്വയം വെളിപ്പെടുത്തി എന്നാണ് ഐതിഹ്യം. പിന്നീട് കൊങ്ങാണവർ മുരുകനെ ആരാധിച്ച് കുന്നിൻ മുകളിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. ആ ക്ഷേത്രമാണ് പിന്നീട് മരുതുമലൈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നത്. പടികളിൽ കയറി അങ്ങനെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ മുൻപിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വളരെ നേരം ക്യൂ നിന്ന് വേണം ദർശനം നടത്താൻ. പൈസ കൊടുത്ത് നമുക്ക് ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിൽക്കാതെ നേരിട്ട് ചെന്ന് ദർശനം നടത്തി വരാനുള്ള സൗകര്യം ഇവിടെ നിലവിലുണ്ട്. ഞായറാഴ്ച അവധി ദിവസമായിരുന്നാൽ വളരെ തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരായിരുന്നു. ജീവൻ തുടിക്കുന്ന കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ച് 150 മീറ്റർ ഉയരമുള്ള ഗോപുരമാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത.